ചൈൽഡ്ഹുഡ് പാരൻറ്റിങ്ങിൽ 8 എൽസ് ഓഫ് പാരൻറ്റിങ്ങിൽ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ 4 എല്ലുകളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 5ാമത്തെ എല്ല് ലേബർ. എന്താ ലേബർ എന്ന് പറയുന്നത്? ലേബർ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം വേണമെന്ന ഒരു നിർദ്ദേശം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കഠിനാധ്വാനത്തിലൂടെയാണ് എല്ലാം നേടാനാവുക. അതേപോലെ രക്ഷിതാക്കൾ കഠിനാധ്വാനം നടത്തിയതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും വേണം. ഇന്നത്തെ പുതിയ തലമുറ എല്ലാ കാര്യങ്ങളും ഷോർട്ട് കട്ടിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് പഠിക്കണം, ചുരുങ്ങിയ സമയം കൊണ്ട് പണം ഉണ്ടാക്കണം, ചുരുങ്ങിയ സമയം കൊണ്ട് എൻജോയ് ചെയ്യണം. അതാണ് പുതിയ തലമുറയുടെ ഒരു കാര്യം. അത് യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടിക്കാലത്ത് മുതൽ തന്നെ കുട്ടികളെ കഠിനാധ്വാനത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഹാർഡ് വർക്കിലൂടെ മാത്രമേ കാര്യങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തണം. ഇന്നത്തെ ആളുകൾക്ക് എവിടെയെങ്കിലും പോയി ക്യൂ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ലൈനിൽ നിന്നുകൊണ്ട് ക്ഷമയോടെ ക്യൂ നിന്നുകൊണ്ട് ഒരു സാധനം വാങ്ങാനോ അവിടെ നിൽക്കാനോ ഉള്ള ക്ഷമയോ കാര്യങ്ങളോ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്നില്ല. അത് ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഈ ഒരു പ്രയാസത്തിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബയോളജി ടീച്ചർ ഒരു പരീക്ഷണം നടത്തുകയാണ്. പ്യൂപ്പയിൽ നിന്ന് പൂമ്പാറ്റ എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നു. ഒരു ടേബിളിന് മുകളിൽ ഒരു പ്യൂപ്പ വെച്ച് കുട്ടികളെ ആ ടേബിളിന് മുന്നിലും ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ നിർത്തി ടീച്ചർ പരീക്ഷണം നടത്തുന്നു. ടീച്ചർ ആദ്യം ആ പ്യൂപ്പയുടെ അഗ്രഭാഗത്ത് തൻ്റെ കയ്യിലിരുന്ന ബ്ലേഡ് കൊണ്ട് ചെറിയൊരു മുറി ഉണ്ടാക്കുന്നു. അങ്ങനെ കുട്ടികളൊക്കെ ആകാംക്ഷയോടുകൂടെ ടീച്ചറെ തന്നെ നോക്കുമ്പോൾ ആ പ്യൂപ്പയിൽ നിന്നും മെല്ലെ ഒരു പൂമ്പാറ്റ അങ്ങനെ പുറത്ത് വന്നു. കുട്ടികളെല്ലാം വളരെയധികം സന്തോഷവരായി ക്ലാപ്പ് ചെയ്തു. ടീച്ചർ പറഞ്ഞു, ഈ ഒരു പരീക്ഷണം ഞാൻ നടത്തിയിട്ടുണ്ട്, ഇനി വീണ്ടും ഞാൻ നിങ്ങൾക്കൊരു പ്യൂപ്പയെ നൽകാം. നിങ്ങൾ എന്ത് ചെയ്യണം? പ്യൂപ്പയെ നൽകിയാൽ ഞാനൊന്ന് സ്റ്റാഫ് റൂമിൽ പോകാം, ആ പ്യൂപ്പയെ വെച്ചിട്ട് നിങ്ങളൊരു പരീക്ഷണം നടത്തണമെന്ന് പറയുന്നു. അങ്ങനെ ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് പോവുകയാണ്. കുട്ടികൾ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞിട്ട് ടീച്ചർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാണുന്നത് പ്യൂപ്പയെ 10-12 കഷ്ണമാക്കി മാറ്റിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ടീച്ചർ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? കുട്ടികൾ പറഞ്ഞു, ടീച്ചർ ചെയ്തതുപോലെ തന്നെ നാം ആ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്യൂപ്പയുടെ അഗ്രഭാഗത്ത് ഒരു മുറിവുണ്ടാക്കി കൊടുത്തപ്പോൾ അതിൽ നിന്നും പൂമ്പാറ്റ പുറത്തേക്ക് വന്നില്ല ടീച്ചറെ. അതുകൊണ്ട് വീണ്ടും ക്ഷമയില്ലാത്തത് കൊണ്ട് നമ്മളത് പുറത്തേക്ക് വരാൻ വേണ്ടി അതിനെ കഷ്ണമായി മുറിച്ചെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ലൈഫും. വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മാത്രമേ, കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ ആവുകയുള്ളൂ എന്ന ഒരു മെസ്സേജ് ലേബർ. അപ്പോൾ 2 അർത്ഥമുണ്ട് അതിന്. ഒന്ന്, കഠിനാധ്വാനം പരിശീലിപ്പിക്കുക. കഠിനാധ്വാനത്തിലൂടെ ചെയ്ത കാര്യങ്ങൾ രക്ഷിതാക്കൾ തൻ്റെ മക്കളോട് വിവരിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം ഹാർഡ് വർക്കിലൂടെ മാത്രമേ കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു മെസ്സേജ് അവർക്കുണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ലേൺ എന്ന് പറയുന്നത്. ലേൺ എന്ന് പറഞ്ഞാൽ എന്താ? ലേൺ ന്യൂ ഇൻഫർമേഷൻ. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനുള്ള അവസരങ്ങൾ രക്ഷിതാക്കൾ മക്കൾക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ചെറിയ കാലം മുതൽ തന്നെ കുട്ടികളെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ചെറിയ കുട്ടി വന്നിട്ട് ഒരു അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ ഇന്ന കാര്യം എന്താണ്? അച്ഛൻ അറിയാതിരിക്കുമ്പോൾ കുട്ടികളോട് പറയാറ് എന്താണ്? നീ പോയി പഠിക്കൂ, അന്വേഷിച്ച് പഠിക്കൂ. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്, വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ടുഗദർ. നമുക്ക് ഒരുമിച്ചത് കണ്ടെത്താം, നമുക്കത് ഒരുമിച്ച് കണ്ടെത്താം എന്ന് പറഞ്ഞ് അച്ഛൻ ആ കുട്ടിയുടെ കൂടെ നിൽക്കണം. അപ്പോൾ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇത് പറയുമ്പോൾ ഒരു പ്രൊഫസറുടെ കഥയാണ് ഓർമ്മ വരുന്നത്. ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അദ്ദേഹം രാത്രി ചെയ്യുന്നത് എന്താണെന്നറിയാമോ? രാത്രി അദ്ദേഹം വീട്ടിലേക്ക് വന്നാൽ രാത്രിയത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ടേബിള് ഇങ്ങനെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മക്കളൊക്കെ വന്ന് ചുറ്റും ഇരിക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ പ്രൊഫസർ മക്കളോട് ചോദിക്കും, ഇന്ന് നിങ്ങൾ എന്ത് പുതിയ ഒരു കാര്യമാണ് പഠിച്ചത്? അപ്പോൾ ഓരോ കുട്ടിയും താൻ ഇന്ന് പഠിച്ച പുതിയ കാര്യത്തെക്കുറിച്ച് അച്ഛന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ മാത്രമേ അന്ന് അവർക്ക് അത്താഴമുള്ളൂ, ഇല്ലെങ്കിൽ അത്താഴം കഴിക്കാൻ വിടില്ല. അപ്പോൾ മക്കൾക്ക് അന്ന് അച്ഛനോട് ഭയങ്കര വെറുപ്പ് തോന്നി. എന്താണ് ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നത്? പുതിയ ഒരു കാര്യം പഠിക്കാതെ ഭക്ഷണമില്ല, ഇതെന്ത് ന്യായമാണ്? പക്ഷേ അച്ഛനോടുള്ള ബഹുമാനവും
ആ പേടിയും കൊണ്ട് അവരതൊന്ന് ചെയ്തു. പിൽക്കാലത്ത് ഇയാൾ വലിയ ഇതിൽപ്പെട്ട ഒരു മകൻ വലിയ തത്വചിന്തകനും പ്രഭാഷകനും എഴുത്തുകാരനൊക്കെ ആയി മാറി. അദ്ദേഹം ആ അച്ഛനെക്കുറിച്ച് എഴുതിയത് എന്താണെന്നറിയാമോ? ഞാൻ ഇന്ന് ഈ വലിയൊരു തത്വചിന്തകനായതും എഴുത്തുകാരനായതും പുസ്തകങ്ങൾ എഴുതിയതും ഒക്കെ അച്ഛൻ എനിക്ക് ചെറുപ്പത്തിൽ അന്ന് കാണിച്ച ഒരു കർക്കശ ഒരു 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 നിയമമുണ്ടല്ലോ, ആ നിയമമായിരുന്നു ഇന്ന് എനിക്ക് ഒരുപാട് ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നത്, ഒരുപാട് എഴുതാൻ പറ്റുന്നത്, ഒരുപാട് വായന ഉണ്ടായത്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചത് എല്ലാം അച്ഛൻ്റെ അന്നത്തെ ആ ഒരു സിസ്റ്റമായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും വായിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ ധാരാളമായി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ലീവ് എന്ന് പറയുന്നത് ഒഴിവാക്കുക. എന്താ ഒഴിവാക്കേണ്ടത്? പലപ്പോഴും നമുക്ക് ടെലിവിഷൻ പോലെ, മൊബൈൽ ഫോൺ പോലെ, ടാബ് പോലുള്ള മീഡിയകൾ പലപ്പോഴും നമുക്ക് ഓഫ് ചെയ്യേണ്ടി വരും, അല്ലേ? ഇന്നിപ്പോൾ പുതിയ തലമുറ എന്ന് പറയുന്നത് ഇതിന് അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ, ഇതാണ് തലമുറയെ മാത്രം പറയുന്നതല്ല, അച്ഛനും അമ്മയും വീട്ടിലുള്ള ആളുകൾ ഉൾപ്പെടെ അടിമകളായതുകൊണ്ട് പലപ്പോഴും സംസാരിക്കാനോ അല്ലെങ്കിൽ സ്നേഹിക്കാനോ ഒന്നിനും സമയമില്ല, അല്ലേ? ഞാൻ ഇന്നാളൊരു വീട്ടിൽ ഇങ്ങനെ പോയപ്പം, ഒരു ബ്രാഹ്മിൻ കുടുംബത്തിൽപ്പെട്ട ഒരു ഫാമിലി, അവരുടെ വീട്ടിൽ പോയപ്പം അന്നത്തെ ദിവസം അവിടെ വളരെ സൈലൻ്റാണ്. ഒരു വല്ലാത്തൊരു എക്സ്ട്രാ സൈലൻസ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നൊരു സൈലൻസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് ഇവിടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അതൊരു ടീച്ചറുടെ വീടാണ്. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, സാർ ഇന്ന് നമുക്ക് ഡിജിറ്റൽ നൊയമ്പാണ്. ഡിജിറ്റൽ നൊയമ്പ് എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ്, ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ദിവസം ഈ വീട്ടിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല, TV ഓൺ ചെയ്യില്ല, ടാബ് ഓൺ ചെയ്യില്ല, ലാപ്പ് ഓൺ ചെയ്യില്ല, അതേപോലെ ഡെസ്ക് ടോപ്പ് ഓപ്പൺ ചെയ്യില്ല. ഇന്ന് ഇവിടെ മീഡിയകളൊന്നുമില്ല. ഇന്ന് വളരെ ഫ്രീ, ആളുകളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളിച്ച് ചിരിച്ച് നിൽക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഇതിലൂടെ നിങ്ങൾക്കുള്ള അനുഭവം, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് സാർ. കാരണം എന്താ, മൊബൈൽ ഫോൺ നോക്കാതിരിക്കുമ്പോൾ, മീഡിയ അല്ലെങ്കിൽ TV ഓൺ ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, അപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ പുതിയ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം പൂർണ്ണമായും എന്ത് ചെയ്യുക, ഇത്തരം മീഡിയകളൊക്കെ ഓഫ് ചെയ്ത് കുട്ടികളുമായിട്ട് ഇടപെടുന്ന ഒരു സംവിധാനം. അതേപോലെ രാത്രിയൊക്കെ വീട്ടുകളിൽ സംഭവിക്കുന്ന കാര്യം എന്താ, 8 മണിയായി കഴിഞ്ഞാൽ ഇനി ആരും ഇവിടെ വീട്ടിൽ മൊബൈൽ ഫോൺ കുട്ടികളാരും ഉപയോഗിക്കരുത്, കുട്ടികൾ ഉപയോഗിക്കരുത്, രക്ഷിതാവ് ഉപയോഗിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഒരു മാച്ചിങ് ഫീൽ ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്നില്ല, അച്ഛൻ ഉപയോഗിക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ പറയേണ്ടത് എന്താ, 9 മണി കഴിഞ്ഞാൽ വീട്ടിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, ഞാനിതാ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മാതൃകയാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ലീവ് എന്ന് പറയുന്നത്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇത്തരം മീഡിയകൾ എല്ലാം തന്നെ നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, ലിവ് ലൈഫ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്. ജീവിതം അർത്ഥപൂർണമായി ജീവിക്കുക, അതിൻ്റെ ഫുള്ളസ്റ്റ് രൂപത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നല്ല സന്തോഷം കാണുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം. അല്ലെ, വലിയ വലിയ ആഡംബര ജീവിതം നയിക്കണമെന്നല്ല പറയുന്നത്. ഒരു കപ്പ് ചായ കിട്ടിയാൽ അതിലും സന്തോഷിക്കണം. വീടുകളിൽ ഇടക്കിടക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. എല്ലാ ദിവസവും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിന് പകരം ഇടയിലൊന്ന് കഞ്ഞിയൊക്കെ കൊടുത്ത്, ഇടയിലൊന്ന് ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ വെറും ബ്രെഡ് മാത്രം തിന്ന്, അങ്ങനെയൊക്കെ നമുക്ക് ഒരു അർത്ഥപൂർണമായ ജീവിതം എന്ന് പറയുമ്പം കേവലം സ്കൂളുകളിൽ പോയിട്ട് A+കളും മാർക്കുകളും അതേപോലെ റാങ്കുകളും വാങ്ങുന്നത് മാത്രമല്ല ജീവിതം. അതിനപ്പുറത്ത് നമ്മുടെ ജീവിതമുണ്ടെന്ന ഒരു യാഥാർത്ഥ്യം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുക. അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കാണുക. ഒരു ഐസ്ക്രീം നമ്മൾ കഴിച്ചാൽ അതിലും ഒരു സന്തോഷം കാണുന്ന രീതിയിൽ, അതേപോലെ തന്നെ അവരോടൊപ്പം വായിച്ച്, നടന്ന്, പാട്ടുപാടി, അതേപോലെ കളിച്ച്, അങ്ങനെ അർത്ഥപൂർണമായ ഒരു ജീവിതം. നമുക്കിതിനൊരുപാട് കാശ് വേണ്ട, ഒരുപാട് പണം വേണ്ട, പണമില്ലാതെ തന്നെ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് രക്ഷിതാക്കൾക്ക് മക്കളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 8 എല്ലുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം
ഇതിൽ ഒന്നുകൂടെ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ നിലവിൽ നടത്തിപ്പോരുന്ന എല്ലുകൾ, ഇതിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലുകൾ ഏതാണ് എൻ്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് രക്ഷിതാവ് തിരിച്ചറിഞ്ഞ് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.